ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക നന്ദനയോട് പറയുക, അംബിക വർമ്മയുടെ മകൻ ദീപക് അനന്തംപിള്ളയുടെ മകൾ നന്ദനയെ വിവാഹം കഴിച്ചിരിക്കും. അയ്യോ അമ്മ, എനിക്ക് നാണമാകുന്നു. നാണിക്കൊന്നും വേണ്ട. കല്യാണം കഴിഞ്ഞാലേ രണ്ടുപേരും മാന്യമായിട്ട് ജീവിക്കണം, അത്രേ എനിക്കുള്ളൂ. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയെങ്കിലോ, അതുകൊണ്ട് ഇപ്പം പറയുക. അമ്മയ്ക്കും മോനും നന്ദി എന്ന് പറഞ്ഞിട്ട് നാണത്തോടെ ചിരിച്ചോടെ നന്ദന് പോവുക. അംബികയും ദീപക്കും ഇങ്ങനെ അസ്തമിച്ച പോലെ നിൽക്കുക. എടാ ദീപക്കെ, ഇവക്കൊരു 5 വയസ്സിൻ്റെ കുറവുണ്ടോടാ? എന്തോ ഒരു കിളി പോയതുപോലെ തോന്നുന്നു. അമ്മേ, അത് നാണം കൊണ്ടാ. ഓ, കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള നാണം. ഒരു പാവമാണെന്ന് തോന്നുന്നു അല്ലേ മോനെ? ഇനി മിണ്ടണ്ടാന്നെങ്ങാണ് ഞാൻ പറഞ്ഞാലോ, ആട്ടിൻകുട്ടിയെപ്പോലെ അലച്ചു തല്ലി ചാകുമോന്നായി എൻ്റെ പേടി. അങ്ങനെ വിരട്ടേണ്ട കാര്യമൊന്നും വരില്ലമ്മേ, പഞ്ചപാവ. എന്തായാലും എൻ്റെ മോൻ ഹാപ്പിയല്ലേ? അമ്മ എന്താ ചോദിക്കുന്നത്? ഹാപ്പി ആണോന്നോ, സന്തോഷം ഉണ്ടോന്നോ? ഇതിൽപ്പോരൊരു ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കണ്ടോ, അതാ മോനെ ഭാഗ്യം ചെയ്ത ജന്മം. എടാ മോനെ ദീപക്കെ, ഇവിടെ നിൻ്റെ ജീവിതം സന്തോഷമുള്ളതായപ്പോൾ അവിടെ ശ്രീലക്ഷ്മിയുടെ ജീവിതം കോഞ്ഞാട്ടയായി എന്നും പറഞ്ഞ് അംബികയും ദീപക്കും അങ്ങനെ ചിരിക്കുവാണ്. ഈ സമയം വേണുവേട്ടനും രാധമ്മയും പ്രിയയും ജയനും ഒക്കെ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക. ശ്രീലക്ഷ്മിയാണെങ്കിൽ ഹരീഷിൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുക. ശ്രീലക്ഷ്മിയെ തിരക്കി രാജുവും ഹൃദയും അങ്ങോട്ട് പോയിട്ടുണ്ട്. പോയവരാരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ആകെ ടെൻഷനില്ല. വേണുവേട്ടൻ പറയാം, ഇതാ ഞാൻ പറഞ്ഞു ഞാൻ കൂടെ പോകാമെന്ന്. അപ്പം നിങ്ങൾ പറഞ്ഞില്ലേ പോകണ്ടെന്ന്? അച്ഛൻ പോയാൽ അവിടെ വേറെ വല്ലതുമൊക്കെ നടക്കും, അതുകൊണ്ടാണ് പോകണ്ടെന്ന് പറഞ്ഞത്. അച്ഛൻ അറിയില്ല, രുക്മിണിയെപ്പോലെ ലക്ഷക്കണക്കിന് ദ്രോഹികൾ നിറഞ്ഞിരിക്കുന്ന ഒരു ലോകമാണിത്. എല്ലാത്തിനെയും നമുക്ക് കൊന്നുകളയാൻ പറ്റുമോ? ഒരാശ്വാസത്തിന് വേണ്ടി ദൈവം ഇവർക്ക് ഒരു പണി കൊടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതൊരാശ്വാസത്തിന് വേണ്ടി മാത്രമാണേ. എനിക്ക് തോന്നുന്നു ദൈവം മച്ചം പറത്ത് കിടന്ന് ഉറങ്ങുവാന്ന്. ഇതൊന്നും കാണുന്നതേ ഇല്ല. ഇതൊക്കെ ഇങ്ങനെ ജയം പറയുക. അപ്പോഴങ്ങോട്ട് രാജുവും ഹൃതികയും ശ്രീലക്ഷ്മിയും കൂടെ വരുക. ശ്രീലക്ഷ്മിയെ കണ്ടതും രാധമ്മ പൊട്ടിക്കറിയോ, എൻ്റെ പൊന്നു മോളെ. വേണുവേട്ടൻ രാജുവിനോട് ചോദിക്കും, അവരെന്ത് പറഞ്ഞടാ? ആരെന്ത് പറയാൻ? ഹരീഷ്, അവനല്ലേ ഡിവോഴ്സിന് പെറ്റീഷൻ കൊടുത്തത് തന്നെ. അയ്യോ രാജു, അതല്ല, ഹരീഷിൻ്റെ അനുവാദത്തോടുകൂടിയാണോ പെറ്റീഷൻ അയച്ചതെന്നറിയാൻ. അവൻ ശ്രീലക്ഷ്മിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, അവൻ തന്നെയാണ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തതെന്ന്. മോളേന്ന് വിളിച്ച് കരയുവാണ് രാധമ്മ. അമ്മ കരയാതെ എന്ന് ശ്രീലക്ഷ്മി അമ്മയോട് പറയുക. വേണുവേട്ടൻ വീണ്ടും പറയാം, 1-2 മാസം നമ്മുടെ കുട്ടിയുടെ മനസ്സ് നമുക്ക് വരുതിയിലാക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ മോളത് തരണം ചെയ്യണം, തരണം ചെയ്തേ പറ്റൂ. ഹൃദയം പറയാം, അതേ വേണുമക്കളെ. അതിന് നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ടും ശ്രീക്കുണ്ടാകണം. അത് കേട്ടിട്ട് പ്രിയ പറയാം, അതിലെന്താ സംശയം ഹൃതികെ? നമ്മളെല്ലാവരും ശ്രീമോളുടെ ഒപ്പം ഉണ്ടല്ലോ. 2 വന്യമൃഗങ്ങളുടെ ഇടയിൽ നിന്ന് ശ്രീ നീ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. ജയൻ അങ്ങനെ പറയുമ്പോൾ ഹൃതിക പറയാം, ശ്രീ നീ നല്ല കോൺഫിഡൻറ്റോടെ തന്നെ നിൽക്കണം. നിൻ്റെ മനസ്സ് പതറും. ഞങ്ങളെല്ലാവരും നിൻ്റെ ഒപ്പമുണ്ട്. നീ വാശിയോടെ ജീവിക്കണം. നമ്മളെ തോൽപ്പിച്ചവരെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ജീവിതമായിരിക്കണം ഇനി ഉണ്ടാകേണ്ടത്. മാനം കെടുത്തിയവൻ്റെ മാറു പിളർന്ന ചോര കൊണ്ട് തലമുടി വാരിക്കെട്ടിയ പാഞ്ചാലിയുടെ കഥ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ഒരു തോൽവി 1000 വിജയങ്ങളുടെ ആരംഭമാണ്. ഇനി ശ്രീ ജീവിക്കേണ്ടത്. ഇനിയുള്ള ജീവിതം നിൻ്റെ ജയത്തിന് വേണ്ടി മാത്രമായിരിക്കണം. ഋതു, ഞാനൊരു 10 മിനിറ്റ് നേരം ഒന്ന് പോയി കിടന്നോട്ടെ? ശ്രീലക്ഷ്മി പറയും, അതിനെന്താ ശ്രീ, പോയി കിടന്നു. എൻ്റെ പ്രിയെ, എനിക്ക് ആ രുക്മിണിക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ. എൻ്റെ ജയേട്ട അതിന് അവസരം കിട്ടും. ജയേട്ടനിപ്പോൾ സമാധാനത്തോടെ നിൽക്ക്. ശ്രീലക്ഷ്മി അങ്ങനെ മുറിക്കകത്ത് എന്ന് മുറിക്ക് കുറ്റിയൊക്കെ ഇടുന്നുണ്ട്. വേണുവേട്ടന് വല്ലാത്തൊരു ടെൻഷനുണ്ട്. വേണുവേട്ടൻ അതൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. രാധമ്മയാന്ന് ഇന്ന് സങ്കടപ്പെട്ട് കരയാം. ഹൃതിക പറയാം, രാധമ്മയെ കരയാതെ, ഇത് വേറെ വല്ലതോ നടന്നിരുന്നെങ്കിലോ, അപ്പോൾ ആപത്തൊന്നും പറ്റിയില്ലല്ലോ. പ്രിയ പറയുക, അതെ, കണ്ണിൽ കൊള്ളേണ്ടത് പിരിവത്ത് കൊണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി. അലവരാതി അങ്ങ് പോട്ടെ. നമുക്ക് ശ്രീമോക്ക് നല്ല ഒന്നാന്തരം ചെറുക്കനെ കണ്ടുപിടിക്കാം. ശരിയാ പ്രിയ, ആ മണുകൂടാൻ ഹരീഷ്. അവനെ കണ്ട ആർക്കും ചെന്ന് 2 കൊടുക്കാൻ തോന്നും. അവൻ്റെ ഒരു ഉണ്ട കണ്ണും കാക്കയുടെ നോട്ടവും. എന്താ വേണുവേട്ടനൊന്നും മിണ്ടാ നിൽക്കുന്നത്? അത് രാധമ്മേ, ശ്രീമോൾ അകത്തുപോയി വാതിൽ കുറ്റിയിട്ടല്ലോ. അത് കേട്ടത് എല്ലാവരും പെട്ടെന്ന് ഞെട്ടലോടെ നോക്കുക. എന്നിട്ട് രാജു ഓടുവാണ് ശ്രീലക്ഷ്മിയുടെ റൂമിൻ്റെ അടുത്തോട്ട്. രാജുവിൻ്റെ പിന്നാലെ എല്ലാവരും ഓടുക. മോളെ ശ്രീലക്ഷ്മി വാതിൽ തുറക്ക്. എല്ലാവരും കഥകിനിട്ട് ഇടിക്കുവാണ്. രാധമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, മോളെ ശ്രീലക്ഷ്മി വാതിൽ തുറക്ക്. രാജുവാണെങ്കിൽ ആ വാതിൽ ചവിട്ടി അങ്ങ് തുറക്കുവാണ്. തുറക്കുമ്പോൾ കാണുന്നതാണ്ട് ശ്രീലക്ഷ്മി സൂയിസൈഡ് ചെയ്യാനായിട്ട് കഴുത്തിൽ സാരി ഇട്ടിങ്ങനെ ചുറ്റിക്കൊണ്ട് നിൽക്കുവാണ്. ശ്രീ, മോളെ നീ എന്തായി കാണിച്ചത് എന്നും പറഞ്ഞ് രാജു ശ്രീലക്ഷ്മിയെ സൂയിസൈഡ് അറ്റംപ്റ്റിലൊന്ന് ഇറക്കുവാണ്. എന്താ, നിങ്ങളെന്നെ മരിക്കാനും ഒന്നും സമ്മതിക്കില്ലേ? അത് പറഞ്ഞതെന്നാണ്ട് ഹൃതിക ശ്രീലക്ഷ്മിയുടെ ചെവിക്കുറ്റിക്ക് ഒരൊറ്റടി. മറ്റുള്ളവരുടെ മനസ്സ് കീറിപ്പറിച്ച് മുറിച്ചിട്ട് മരിക്കാൻ എളുപ്പമാണ്, പക്ഷെ ജീവിക്കാനാണ് പ്രയാസം. നീ കെട്ടിത്തൂങ്ങി ചത്താലേ ഈ പാവപ്പെട്ട അച്ഛനും അമ്മയും പിന്നെ എന്തിനാ ജീവിക്കുന്നത്?
ശ്രീലക്ഷ്മിയുടെ ആ ചോദ്യം കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി ഹൃതിയെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. പത്മാവതി എന്തോ ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ സുജാത കോഫി കൊണ്ട് കൊടുത്തിട്ട് ചോദിക്കുന്നു, എന്താ മാഡം ഋതുമോള് വിളിച്ചില്ലയോ? അല്ല സുജാതെ, നമ്മൾ രണ്ടുപേരും ഒരുപോലാണല്ലോ ചിന്തിച്ചത്, അതെന്താ? മോളും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും. വലിയ തിരക്കിലായിരിക്കും ഇപ്പം. ഭാര്യയും ഭർത്താവും കൂടെ സൃഷ്ടിച്ച പവിത്ര എന്ന കഥാപാത്രം ഇപ്പം ഒരു പ്രേതബാധയായി അവരെ ശല്യം ചെയ്യുക. ഇനി ആ പ്രേതബാധയെ എങ്ങനെ ഒഴിവാക്കണമെന്നറിയാതെ അവരും നമ്മളും ഒരുപോലെ കഷ്ടപ്പെടുക. ഗെയിം ഇപ്പോൾ അംബികാവർമ്മയുടെ കോർട്ടിലല്ലേ. ആ സമയത്ത് ഋതികയുടെ ഫോൺ പത്മാവതിക്ക് വരുന്നുണ്ട്. ദാണ്ട നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, മോള് ദാണ്ട വിളിക്കുന്നു. മോളെ എന്തു പറ്റി? മോളെന്താ ഇതുവരെ വിളിക്കാഞ്ഞത്? എന്ത് പറയാനമ്മേ, ഇവിടെ ആകെ പ്രശ്നമാണ്. എന്ത് പ്രശ്നമാണ് മോളെ? ആ ഹരീഷ് ശ്രീലക്ഷ്മിക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ അയച്ച്. എൻ്റെ ദൈവമേ. എൻ്റെ മോളെ, ചിലപ്പോൾ അത് ഹരീഷിൻ്റെ അറിവോടൊന്നും ആയിരിക്കില്ല. അതെല്ലാം രുക്മിണിയുടെ വേല. അല്ലമ്മേ, ഹരീഷിൻ്റെ അറിവോടുകൂടി തന്നെയാ. ശ്രീലക്ഷ്മി നേരിട്ട് എന്ന് അവനോട് ചോദിച്ചു. ചേടാ, ആ ചെറുക്കനൊരു നല്ല ചെറുക്കനാണെന്നാണ് ഞാൻ കരുതിയത്. എന്ത് ചെയ്യാൻ, ആ രുക്മിണിയുടെ മകനല്ലേ. ആ രുക്മിണിയെയും അംബികയെയും ഒരേ കയറിൽ കെട്ടാം. ശ്രീലക്ഷ്മി അവനെ ആത്മാർത്ഥമായി സ്നേഹിച്ചതല്ലേമ്മേ. അവൾക്കത് സഹിക്കാൻ പറ്റുമോ? അവളൊരു കടുങ്കൈ ചെയ്യാൻ ഒരുങ്ങി. അതെന്താ മോളെ? പെട്ടെന്ന് ഋതിക ആ നടന്ന സംഭവങ്ങളെല്ലാം പത്മാവതിയോട് പറയുക. എൻ്റെ മോളെ, ആ കൊച്ചിനോട് സൂയിസൈഡൊന്നും ചെയ്യരുതെന്ന് പറ. അത് അവിവേകമാ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം സൂയിസൈഡ് ചെയ്യേണ്ടതാ? മോൾ അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. അവളുടെ അടുത്ത് എപ്പോഴും ആരെങ്കിലും ഉണ്ടായിരിക്കണം. പറഞ്ഞത് മനസ്സിലായോ? എൻ്റെ മോളെ, നിനക്ക് ഒരു സമയത്തും സ്വസ്ഥതയില്ലല്ലോ. അതൊന്നും സാരമില്ലമ്മേ. എന്നാൽ പിന്നെ ശരിയമ്മേ, ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് ഋതിക ഫോൺ കട്ട് ചെയ്യുവാണ്. രുക്മിണി ആർക്കോ പലിശയ്ക്ക് കാശ് കൊടുത്തിട്ട് അവരോട് ദേഷ്യപ്പെടും. അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റില്ല. പലിശ കൃത്യമായിട്ട് തന്നില്ലെങ്കിലേ ഈ രുക്മിണി അങ്ങോട്ടൊരു വരവങ്ങ് വരും. അപ്പോൾ പോസ്റ്റ്മാൻ അങ്ങോട്ട് വരുന്നുണ്ട്. രുക്മിണി ചോദിക്കുന്ന എന്തെങ്കിലും ലെറ്റർ ഉണ്ടോ? ഉണ്ടല്ലോ, ഒരു രജിസ്റ്റേർഡാ. ആർക്കാ? ശ്രീലക്ഷ്മി വേണുഗോപാൽ. എന്താ, അവരിവിടെ ഇല്ലയോ? അവർക്കിത് അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടതാ. ഒരു ഗവൺമെൻറ് ജോലിയുടെ അപ്പോയിൻമെൻറ്റാ. അവരിവിടെ ഇല്ലെങ്കിലേ പോസ്റ്റ് ഓഫീസിലോട്ടൊന്ന് വരാൻ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് പോസ്റ്റ്മാൻ പോകാനൊരുങ്ങുമ്പോൾ രുക്മിണി പെട്ടെന്ന്, അയ്യോ അവിടെ നിന്നേ, അവൾ എൻ്റെ മരുമോളാ, അവൾ വരാൻ കുറേ താമസിക്കും, ഞാൻ കൊടുത്തോളാം. അയ്യോ അങ്ങനെ തരാൻ പറ്റില്ല. ഓ, അതെന്തോ ഒരു വർത്തമാനമാണ്, അതിങ്ങി തന്നേന്നേ. അങ്ങനെ പോസ്റ്റ്മാൻ സൈനൊക്കെ ചെയ്തു കൊടുത്തിട്ട് അത് വാങ്ങിച്ചിട്ട് രുക്മിണി പോസ്റ്റ്മാനോട് ചോദിക്കുക, ഇത് എവിടെ അവൾക്ക് ജോലി? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അങ്ങനെ പോസ്റ്റ്മാൻ പോയതിന് ശേഷം രുക്മിണി അത് നോക്കിയിട്ട് ഇത് അവൾക്ക് കൊടുക്കില്ല, കത്തിച്ച് കളയണം. ഈ സമയം രാജുവും ഋതികയും വീട്ടിലോട്ട് വരുവാണ്. നന്ദന ഇത് മുകളിൽ നിന്ന് കാണുന്നുണ്ട്. പെട്ടെന്ന് അവൾ അവരെ കണ്ടോട്ട് താഴോട്ട് ഇറങ്ങി ഓടി വരുക. എന്നാലും ഋതു, അവൾ റൂം കുറ്റിയിട്ടത് കാര്യമേ അച്ഛൻ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ എന്തായാനെ. എൻ്റെ രാജു, അതൊന്നും ഓർമ്മിപ്പിക്കാതെ തന്നെ. ഇതെന്താ രാജു, ഇവിടെ ആരെയും കാണുന്നില്ലല്ലേ? എല്ലാവരും എവിടെ പോയി? ശിവകാമിയും പൊന്നാമിയൊക്കെ എവിടെ പോയി? ഓ, രണ്ട് അമ്മായിയമ്മമാർ റൂമിലിരുന്ന് ചെസ് കളിക്കുമായിരിക്കും. നന്ദന 2 ഗ്ലാസ് ജ്യൂസുമായിട്ട് രാജുവിൻ്റെയും ഋതികയുടെ അടുത്തോട്ട് ചിരിച്ചുകൊണ്ട് വരിക. അപ്പോൾ ഋതിക പറയുന്നു, ആഹാ അത് കൊള്ളാലോ, കല്യാണം കഴിഞ്ഞില്ല, അതിനു മുമ്പേ ഭരണമൊക്കെ അങ്ങ് ഏറ്റെടുത്തോ? നന്ദന അപ്പോൾ പറയാം, ഞാൻ അമേരിക്കയിലാണ് പഠിച്ചതെങ്കിലും വെറും നാടനാ. അതെനിക്ക് മനസ്സിലായി, വെറും വള്ളുവനാടൻ പെണ്ണ്. അയ്യോ, അത് ഒറ്റപ്പാലം പട്ടാമ്പിയൊക്കെ അല്ലേ, ഞാൻ പാലക്കാടല്ലേ. എന്നാൽ ജ്യൂസ് എന്ന് പറഞ്ഞ് ജ്യൂസ് ഋതികയ്ക്ക് കൊടുത്തിട്ട് രാജുവിന് കൊടുക്കുമ്പോൾ രാജുവിൻ്റെ കൈവിരൽ നന്ദന ഇങ്ങനെ പതുക്കെ തലോടുന്നുണ്ട്. പെട്ടെന്ന് രാജു കൈവലിക്കുന്നുണ്ട്. പാവം ഋതിക ഇതൊന്നും അറിഞ്ഞില്ല. ഋതിക ഇങ്ങനെ ജ്യൂസ് കുടിക്കുക. നന്ദന ഇങ്ങനെ റൊമാൻസായിട്ട് രാജുവിനെ തന്നെ നോക്കുക. രാജു എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക. ഋതിക പറയാ, ജീവിച്ചതൊക്കെ അമേരിക്കയിലാണെങ്കിലും കഴിച്ചത് പഴങ്കഞ്ഞിയും ചമ്മന്തി ആയിരിക്കും. സത്യം പറയാലോ ഋതിക, എനിക്കതൊക്കെയാ ഇഷ്ടം. അപ്പോൾ നമ്മുടെ യാമിനി അങ്ങോട്ട് വന്നിട്ട് പറയും, അതേ അത്താഴത്തിന് എന്തൊക്കെയാ വിഭവങ്ങളെന്ന് പറഞ്ഞാലേ ഈ അടിയനാണ് അടുക്കളയിൽ ഉത്തരവാദിത്വമൊക്കെ നോക്കുന്നത്. അയ്യോ എൻ്റെ അമ്മായി, എനിക്ക് രാത്രി കഞ്ഞിയാണ് ഇഷ്ടം. അപ്പം കറി വേണ്ടേ? അതെനിക്ക് ചമ്മന്തിയും പിണ്ടിത്തോരനും വാഴച്ചുണ്ടും പയറുതോരനും ഒക്കെ മതി. മുരിങ്ങയിലയും എനിക്കിഷ്ടമാണ്. അപ്പം കൊന്നയിലയോ? കൊന്നയിലയും വളരെ നല്ലതാ. കളിയാക്കല്ലേ ഋതികെ. നാടനാണെങ്കിലും ചിലതൊക്കെ എനിക്കും മനസ്സിലാകും. ഋതിക പതുക്കെ രാജുവിനോട് ചോദിക്കുക, രാജു, ഈ പെണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കറിയില്ല ഋതു. പെട്ടെന്ന് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുമ്പോൾ രാജുവിൻ്റെ നെറുകെ പോയി. രാജു ഇങ്ങനെ ചുമയ്ക്കുമ്പോൾ നന്ദന, അയ്യോ വിക്കി എന്നും പറഞ്ഞ് രാജുവിൻ്റെ തലയിൽ തട്ടിക്കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ ഋതി, അയ്യോ അത് വേണ്ട, ഞാനുണ്ട്, ഞാൻ നോക്കിക്കോളാം. നന്ദനെക്കുറിച്ചുള്ള കാര്യം യാമിനിയോട് രാജു പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് യാമിനി ഇങ്ങനെ നോക്കുന്നുണ്ട് രാജുവിനെ. ഋതിക പറയാം, ചെറിയമ്മേ, ഇവിടെ നട്ടും കൊളുത്തുമൊക്കെ ഊരിക്കിടക്കുവാണോ? ഇവർക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇത്രയൊക്കെ അല്ലെങ്കിൽ ആ മരക്കോന്നനെക്കുറിച്ച് പറഞ്ഞപ്പോഴും അവൾ ഇപ്പോഴും ദീപു എന്നും പറഞ്ഞ് അവനെ കെട്ടാൻ തന്നെ നടക്കുവാണല്ലോ. രാജു, ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഋതിക പോയപ്പോൾ യാമിനി രാജുവിനോട് ചോദിക്കുക,
ഈ ഏടാകൂടം പിടിച്ച നന്ദന രാജു പണ്ട് നിന്റെ പുറകെ നടന്നു കാണുന്ന ഋതുമോളോട് പറഞ്ഞു. ഇല്ല ചെറിയമ്മേ, അതൊക്കെ അന്നേ തീർന്നതല്ലേ ചെറിയമ്മേ. ഇനി ആ ഒരു കണ്ണുകൊണ്ട് ഋതു അവളെ കണ്ടാലോ? അതൊക്കെ അങ്ങ് പോട്ടെ ചെറിയമ്മേ. എന്നാ ശരി എന്നും പറഞ്ഞ് യാമിനി അങ്ങ് പോയി. രാജു ആ സോഫയിൽ നിന്ന് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുക. ദാണ്ട നന്ദന വീണ്ടും വന്നിട്ട് രാജു എന്ന് വിളിക്കുന്നുണ്ട്. രാജു എന്നെ ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് രാജു ആ സീൻ ഓർക്കുവാണ്. അവിടെ ചെവിക്കുറ്റി കടിച്ചിട്ട് ഇനി മേലാൽ നീ എൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയാലുണ്ടല്ലോ. രാജു, അന്ന് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ രാജുവിൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയത്. അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായതിന് രാജു എനിക്ക് മാപ്പ് തരണം. കഴിഞ്ഞു ഒന്നും രാജു ആരോടും പറയരുത്. രാജു പറയുവോ? ഏയ് ഞാൻ പറയില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് രാജുവിനെ ഇവൾ ഒരുമാതിരി അർത്ഥം വെച്ചുള്ളൊരു നോട്ടമാണ്. രാജു എന്ത് പറയണമെന്നറിയാം. രാജു ആ പൊട്ടക്കണ്ണ് ഉരുട്ടിക്കൊണ്ട് നിൽക്കുക. ദാണ്ട് അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ഋതിക അവിടെ മാറി നിൽക്കുന്നുണ്ട്. ഋതിക രാജുവിൻ്റെ അടുത്തോട്ട് വരുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് നന്ദനെ അവിടെ നിന്ന് അങ്ങ് പോവുക. ഋതിക രാജുവിനോട് വന്ന് ചോദിക്കുക, രാജുവിനോട് എന്തുവാ അവൾ പറഞ്ഞത്? രാജു പെട്ടെന്ന് കടന്ന് ഉരുളുവാണ്. അതേ, ദീപക്കനെ കല്യാണം കഴിച്ച് ജീവിതം തൊലയ്ക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അവൾ പറഞ്ഞു അവനെ കെട്ടത്തോളം. കെട്ടട്ടെ, നമുക്കെന്താ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നന്ദന വന്നിരിക്കുന്നത് രണ്ടും കൽപ്പിച്ചാണ്. ഋതികയുടെ ജീവിതം നാശമാക്കുക, രാജുവിനെയും ഋതികയും തങ്ങളിൽ തെറ്റിക്കുക. ആ ഉദ്ദേശത്തോടുകൂടി അവൾ പല കാര്യങ്ങളും ഇനി ചെയ്യാൻ തുടങ്ങുവാണ്. ഇനി ആ കോന്തനെ അവൾ കല്യാണം കഴിഞ്ഞിട്ട് ദാമ്പത്യ കലഹം കൂടെ കാണണമല്ലോ. രാജുവിന് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ഋതികയുടെ മുഖത്ത് നോക്കാൻ വയ്യാതെ നിൽക്കുവാണ്. ഈ സമയം രുക്മിണി ശ്രീലക്ഷ്മിക്ക് കിട്ടിയ അപ്പോയിൻമെൻ്റ് ഓർഡറും വെച്ചിട്ട് ഇനി ഒരു ഹെൽപ്പ് കൂടെ വേണം, അംബികയെ ഒന്ന് വിളിക്കാം. അങ്ങനെ അംബികയെ വിളിച്ചിട്ട് രുക്മിണി പറയും, ആ യന്ത്രവൾക്ക് ഒരു രജിസ്റ്റേർഡ് വന്നിട്ടുണ്ട്. എന്ത് രജിസ്റ്റേർഡാ രുക്മിണി? അവക്കേതോ ജോലി കിട്ടിയ എൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡറാണ്. അത് കൊടുക്കണോ വേണ്ടയോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അയ്യോ രുക്മിണി, അത് കൊടുക്കരുത്. അത് തന്നെ ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അംബികയെ വിളിച്ചെന്ന് ചോദിച്ചതും. എന്തായാലും രുക്മിണി വിളിച്ചത് വളരെ സന്തോഷം. എൻ്റെ നിത്യശത്രുവിൻ്റെ പെങ്ങൾക്കൊരാപത്ത് വരുന്നത് കണ്ട് സന്തോഷിക്കാമല്ലോ. എൻ്റെ ഈ സന്തോഷം ഞാൻ അംബികയെ കൂടെ ഷെയർ ചെയ്ത. ഡിവോഴ്സ് ചെന്നതോടുകൂടി രുക്മിണി ആ കുടുംബം അടപടലം തകർന്നല്ലോ. ആ കുടുംബം തല പൊക്കരുത് രുക്മിണി. അവൾ നശിച്ച് നാറാണക്കല്ലെടുക്കാനല്ലേ അംബികെ ഞാൻ ഈ മന്ത്രവാദവും വഴിപാടും കൂടുപാത്രവും ഒക്കെ ചെയ്യുന്നത്. എൻ്റെ രുക്മിണി, പൂജയും വഴിപാടും ഒന്നും ചെയ്ത് കാശ് കളയണ്ടാന്നേ, കൂടോത്രം തന്നെ ചെയ്യണം. ഒരുപാട് ദുർമന്ത്രവാദങ്ങളുണ്ട്, അതൊക്കെ രുക്മിണി അതങ്ങോട്ട് കഴിപ്പിച്ചോ. അപ്പോഴംബിക ആ മഹത്തായ അപ്പോയിൻമെൻ്റ് ഓർഡർ എന്ത് ചെയ്യണം? എൻ്റെ രുക്മിണി, ആ അപ്പോയിൻമെൻ്റ് ഓർഡർ കൈവച്ച് അഴുക്കൊന്നും ആക്കല്ലേ. പെട്ടെന്ന് കൊണ്ടുപോയി കത്തിച്ചിട്ട് ആ ചാരം വാരി പരമശിവനെ പോലെ നെറ്റിയിൽ തൊഴു. ചിരിച്ചോണ്ട് രുക്മിണി പറയാം, ശരി അംബികേ. അങ്ങനെ ഒരു കുടുംബം തൊലയാൻ കൂട്ടുനിന്ന അംബികയുടെ ഒരു സന്തോഷം. അതിനപ്പുറം താണ്ട രുക്മിണി അവിടെ സർക്കാർ ഉദ്യോഗത്തിന് അന്ത്യോദാശ എന്നും പറഞ്ഞ രുക്മിണി അതങ്ങോട്ട് കത്തിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ദാണ്ട അത്ഭുതം എന്ന് പറയുന്ന പോലെ ഹരീഷ് പെട്ടെന്ന് കയറി കൈക്ക് പിടിച്ചിട്ട് അത് കത്തിക്കരുത്. എടാ, അത് പോസ്റ്റ്മാനേ, അതെനിക്കറിയാം. പോസ്റ്റ്മാൻ എന്നെ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. ഇങ്ങനെ ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ വന്ന കാര്യം എന്നോട് പറഞ്ഞ് അമ്മ ഇത് നശിപ്പിച്ച് കളയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്ന്. എടാ, അവൾ പോയി തൊലയട്ടടാ. അവൾ പോയി തൊലഞ്ഞാൽ പോരെ? ഞാനും അവളും തമ്മിൽ ഇനി ഒരു ബന്ധവും ഇല്ല. പിന്നെ എന്തിനാടാ ഇത് അവൾക്ക് കൊടുക്കാൻ പോകുന്നു? അമ്മേ, അവൾ എവിടെങ്കിലും പോയി ജീവിച്ചോട്ടമ്മേ. സങ്കടത്തോടെ ഹരീഷ് പറയാം, രോഗം വന്നത് അവളുടെ കുറ്റമാണോ അതോ രോഗം ഒരു കുറ്റമാണോ? എനിക്കോ അമ്മയ്ക്കോ ക്യാൻസർ വന്നാൽ അത് നമ്മുടെ കുറ്റമാണോ? അമ്മേ, അവളെ വിട്ടേരെ. അവൾ ഒരു തെറ്റല്ലേ ചെയ്തുള്ളൂ. എന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റ്. ആസം പിടിക്കാനുണ്ടായാൻ വന്ന നേരം കണ്ടില്ലേ എന്നും പറഞ്ഞ് രുക്മിണി ആ ലൈറ്റർ എടുത്ത് എറിയുവാണ്. ഹരീഷ് ആ അപ്പോയിൻമെൻ്റ് ഓർഡറും കൊണ്ട് പുറത്തു പോയിട്ട് ഋതിയെ വിളിക്കുന്നുണ്ട്. ഋതിക ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ഋതിക പറയാം, ഞാൻ രാജു അറിയാത്ത ഒറ്റ ഏർപ്പാടും എനിക്കില്ല. ഞാൻ രാജുവിനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരാം. എന്നാൽ ശരി എന്നിങ്ങനെ ഹരീഷ് പറയുക. ഹരീഷ് ആ വളവിൽ നിൽപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. എന്തിനാ ഋതു അവൻ വിളിക്കുന്നത്? ഇനി അവന് വല്ല മാനസാന്തരം ഉണ്ടായോ? അതിന് അവന് മാനസാന്തരം ഉണ്ടായാൽ അവൻ ശ്രീയല്ലേ വിളിക്കേണ്ടത്. അതിന് എന്നെ വിളിക്കേണ്ട കാര്യം എന്തുവാ? എന്തായാലും രാജു വാ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ രാജുവും ഋതിയും ഹരീഷിനെ കാണാനായിട്ട് വരുന്നുണ്ട്. ഹരീഷ് അവർ വരുന്നതെന്ന് നോക്കി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഹരീഷ് രാജുവിൻ്റെയും ഋതികയുടെയും കയ്യിൽ ശ്രീലക്ഷ്മിയുടെ ജോലിയുടെ അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുക്കുമ്പോൾ എന്തായിരിക്കും രാജുവും ഋതികയും പറയുന്നത്? ശ്രീലക്ഷ്മി സൂയിസൈഡ് ചെയ്യാൻ ഒരുങ്ങിയ കാര്യം ഋതിക പറയുമോ? അത് കേൾക്കുമ്പോൾ ഹരീഷിനുണ്ടാകുന്ന ഭാവവ്യത്യാസം എന്തായിരിക്കും? ഒരു പക്ഷേ അവൻ്റെ മനസ്സ് മാറി സ്ത്രീയെ കാണാനായിട്ട് അവൻ തന്നെ അപ്പോയിൻമെൻ്റ് ഓർഡറുമായിട്ട് വരുമോ എന്നൊന്നും അറിയില്ല. അതിനു മുമ്പ് തന്നെ നന്ദനെ എങ്ങനെ രാജുവിനെയും ഋതികയും പിരിക്കാനുള്ള പരിപാടികൾ ചെയ്യും? രാജുവിനെയും ഋതികയുടെയും ജീവിതം തകർക്കാനും പ്രതാപവർമ്മയെ തെരുവിലാക്കാനും
അനന്തംപിള്ളയോടൊപ്പം അവൻ്റെ മകൾ നന്ദനയും ഭാര്യ ശിവകാമിയും അംബികയും മകനും ചേർന്ന് നടത്തുന്ന ക്രൂരതകൾ ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.